ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അയ്യോ അണക്കേ വരുന്നില്ല, ബാഗും തൂക്കിക്കൊണ്ട് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി വന്നതിൻ്റെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളം ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പം നമുക്ക് ഈ മാസം ഒന്നും വരത്തില്ല എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും സ്റ്റേഡിയത്തിൻ്റെ ലാസ്റ്റ് ദിവസം വരണമെന്നുണ്ട്. അത് നമുക്ക് അറിയില്ല. ഫണ്ട് ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ നടക്കില്ല. യൂട്യൂബിൻ്റെ ഫണ്ട് അതിന് മുമ്പ് കയറി കഴിഞ്ഞാൽ വരാം, ഇല്ലെങ്കിൽ നടക്കില്ല എന്ന രീതിക്കാണ് പോകുന്നത്. സോ നമ്മളെന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് പുറത്ത് വെച്ചിരിക്കുന്ന കാര്യം അകത്ത് ഷൂ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഇങ്ങോട്ട് ഇല്ലല്ലോ. അത് കാരണം ഷൂ എടുത്ത് വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഹെൽമെറ്റ് എടുത്ത് അവിടെ വെച്ചിട്ട് സെറ്റാക്കി പോകണം. അമ്മേ ചെന്നിട്ട് വേണമെങ്കിൽ താടി മുടി വെക്കുന്ന സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്നും കഴിച്ചിട്ടില്ല. തൽക്കാലം ഒരു ലൈമോ എന്തെങ്കിലും പഫ്സോ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഹെവി ആയിട്ട് ചെയ്യണം. വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിക്കുക. വീട്ടിൽ എന്തിനാണ് കറി എന്നൊന്നും അറിയാമില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഇനി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് വരും. അറിയാലോ, അരൂക്കുറ്റി റൂട്ട് അരൂർ ഒരു ഓഫീസ് ടൈമൊക്കെ അറിയാലോ, എന്ത് ഒടുക്കത്തെ ബ്ലോക്ക് ആയിരിക്കും അറിയാലോ. ഇനി നിന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. സോ നമുക്ക് എന്തെങ്കിലും ലെസ്കോ അങ്ങനെ ഒരു ലോങ് ജേണി. ശേഷം ഞാൻ തിരിച്ച് അയ്യോ കയ്യെടുക്കാവില്ല. ലോങ് ജേണി ഞാൻ എത്തിയിട്ടുണ്ട്. വേറെ നല്ല ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. വീട്ടിലേക്ക് കാപ്പിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പട്ടിണി കടയിൽ ഒന്നും കാണത്തൊന്നുമില്ല. കിഡിലൻ ഓഫ് റോഡായിരുന്നു. മുഖത്ത് നിറച്ച് പൊടിയുണ്ട്, രക്ഷയില്ല. ഒരു പാറ കണക്കിരിക്കുന്ന മുഖമൊക്കെ. വിശക്കണയും ചെയ്യുന്നുണ്ട്. ഫോട്ടോ വീഡിയോ ഫോണൊക്കെ നിറച്ച് പൊടി. വീട്ടിലോട്ട് പോട്ടെ, വിശക്കണം. വെട്ടി വന്ന് ഒരുത്തങ്ങളത് കുറയ്ക്കണം വെച്ചാൽ ഞാൻ ചെന്നിട്ട് മൈൻഡ് ചെയ്യാത്തതിന്. ഞാൻ ചിലപ്പോഴും പോന്നിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നതിൻ്റെ ഇടയിൽ കിടന്ന് കുറയ്ക്കേണ്ടത്. ഞാൻ ചെന്നിട്ട് മൈൻഡ് ചെയ്യാതെ പോയതിനെ കിടന്ന് കുറന്ന് നോക്കിയേ. എന്താടാ നിനക്ക്? എന്താണ് നിനക്ക്? മൊത്തം തുറക്കത്തൊന്നുമില്ല. മതി കേട്ടോ കുറച്ച്. എന്താ ബെൽറ്റ് ചെടിയാണ്ട അമ്മ. അമ്മയുടെ ചെടിയൊക്കെ വിളിക്കണമ്മ. നീ ആലപ്പുഴയിലൊക്കെ ഒരു പെങ്കൊച്ചോട്ട് കറങ്ങിയത് കണ്ടായിരുന്നുണ്ട്. ഈ കൊച്ചിയിൽ അടുത്ത വരുന്നുണ്ട്. അതൊരു സീരീസ് പോലെ ചെയ്തതല്ലേ. അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ സാധനം. പിന്നല്ലേ പറയണ്ടേ. അത് അണ്ണ ഒരു സീരീസ് ആണത്. അതിങ്ങനെ എല്ലാ ജില്ലയിലും പോയി ചെയ്യണമെന്നുണ്ട്. ഈ സീരീസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവാ. പിന്നെ മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കി. അതെന്റെ പ്രൊഫഷനും മറ്റേ റിയൽ ലൈഫ് ഇതുമായിട്ട് കണ്ടുപിടുത്തത്. അന്നേരത്തെ പണിയെടുത്താലല്ലേ പൈസ കിട്ടത്തുള്ളൂ. അത് ഇതല്ലേ പൈസ എടുത്തത്. അപ്പം ആരും ചെയ്യാത്ത കണ്ടതൊക്കെ ഇതുപോലത്തെ സാധനം ആരും ചെയ്തിട്ടില്ല മലയാളത്തിൽ. ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കാര്യം ചെയ്തിട്ടില്ല, എൻ്റെ ഫസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ചെയ്യാൻ ചെയ്ത് നല്ല രസമുണ്ട്. ആൾക്കാർ നല്ല റെസ്പോൺസ് പറയുന്നത്. അത് എൻ്റെ ജോലിയില്ലണ്ണ. ഇതിന് ഇനിയും വരാൻ കിടപ്പുണ്ട്, ഇനിയും ഉണ്ടാവും. ഇനി നമ്മൾ ഓരോ ജില്ലയിലും പോയി ചെയ്യും. അത് മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് ആരും ചെയ്തിട്ടില്ല. എൻ്റെ സെർച്ചിങ് ഓപ്ഷൻ അറിയുന്ന ആരും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ അതൊരു വ്ളോഗിന് വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട്. വെച്ചാൽ നമ്മൾക്ക് എന്താ പറയുക, അങ്ങനത്തെ ആരും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. ഡേറ്റ് വിത്ത് സ്ട്രേഞ്ചർ വ്ളോഗ് എന്ന് പറഞ്ഞ സാധനം മലയാളത്തിൽ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരും ചെയ്തതായിട്ടും സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെതാണ് വരുന്നത്, പിന്നെ ഫോറിനുള്ള ആൾക്കാരുടെയാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ സാധനം ചെയ്യാൻ തോന്നി ചെയ്തതാണ്. അതെൻ്റെ പ്രൊഫഷൻ, ഇതെൻ്റെ ഇത്. പക്ഷേ അതും ഇതുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട്. അത് ഞാൻ യൂട്യൂബ് വ്ളോഗിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓർത്തിന് നടക്കുന്ന കുരക്കുന്നത് ഞാൻ വണ്ടിയെ പോകുന്നതിന് കിടന്ന് കുരക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും മനസ്സിലായി, അതായത് കണ്ടൻറ്റാണ്. കണ്ടൻറ്റായിട്ട് മാത്രം കാണുക. സോ അത്രേ ഉള്ളൂ. അപ്പം ഒന്ന് മുടിയും താടിയൊക്കെ മൊത്തത്തിൽ പ്രാന്ത ലുക്ക് ഒന്ന് വെട്ടി ശരിയൊക്കെ നാളെ നമ്മുടെ ഉറ്റ നൻപൻ്റെ ഹൽദി ഉണ്ട്, അതിന് പോകണം. സോ അതൊന്ന് പോയി ശരിയാക്കണം. ഉണ്ടാ താടിയൊക്കെ ഒരുമാതിരി അതൊന്ന് വെട്ടി ലെവലാക്കണം. ഹൽദിയല്ലേ, പോയി പൊളിക്കണം. അപ്പം നിങ്ങളും മനസ്സിലാക്കുക, ഞാൻ യൂട്യൂബിൽ ആ വീഡിയോസ് ചെയ്യുന്നത് അത് കണ്ടൻറ്റ് മാത്രമാണ്.
കണ്ടന്റിനെ കണ്ടന്റായിട്ടും ലൈഫിനെ ലൈഫായിട്ടും കാണാനുള്ള പോകുന്ന പലർക്കും ഉണ്ടാകും, പലരും കാണുന്നുണ്ട്. എനിക്ക് ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും നല്ലതാണ്, നല്ല രസമുണ്ട് കണ്ടിരിക്കാമെന്ന് പലരും പറയുന്നുണ്ട്. ഇതുവരെ അതിൻ്റെ വീഡിയോസിനെ പറ്റി ഒന്നും പറയാത്ത ആൾക്കാർ പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ചെയ്യണം, നല്ലത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത്രയും നാളും ചെയ്തിട്ട് ആരും അപ്രിസിയേഷൻ ചെയ്യാതിരുന്നത് ഈ സാധനത്തിന് അപ്രിസിയേഷൻ ചെയ്യണം. നല്ല വ്ളോഗാണ്, നല്ല രസമുണ്ട് കണ്ടിരിക്കാമെന്ന് പലരും പറയുന്നുണ്ട്. സോ അത് ചെയ്യണം. അതിന് കണ്ടന്റ് വേറെ, ലൈഫ് വേറെ. ഓക്കെ, നിങ്ങളിപ്പോഴും മനസ്സിലാക്കാം. ഓക്കെ, ഞാനെന്തും പോയി നാട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, പഠിച്ചു കാണിക്കണ്ടേ. ഇതുപോലെ ഇനി ആരൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നത് കാണണമല്ലോ. ഐസ് അങ്ങനെ ഞാൻ ഒരു കട മൊത്തത്തിൽ വിലക്കെടുത്തിരിക്കുകയാണ്. എൻ്റെ ബിസിനസ്സൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട ഞാൻ മൊത്തത്തിൽ വിലക്കെടുത്തിരിക്കും. കണ്ടോ, നിങ്ങൾക്ക് ഇനി പ്ലംബിങ്ങിൻ്റെ ഒക്കെ ആവശ്യത്തിന് എന്തെങ്കിലും സാധനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഈ കട മൊത്തത്തിൽ വിലക്കെടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ പല വിരോധികളും പറയും ഇതിൻ്റെ കൂട്ടുകാരൻ്റെ കടയല്ലേ, നീ അവനില്ലാത്ത വന്നിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല, അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക, നീ നോക്കി നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വഴിക്ക് പോയി. അവൻ എവിടേക്കോ പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കച്ചവടം നടക്കുന്നില്ല, കച്ചവടം ഒന്നും മോശമാണെന്ന് തോന്നുന്നു. മഴയൊക്കെ ഇറങ്ങും, കച്ചവടം ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് കസ്റ്റമർ ആരും വരുന്നില്ല. പക്ഷേ ബോറടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ച് തൊട്ടപ്പുറത്തെ കടയിൽ നമ്മുടെ സ്വന്തം അടിപിടി കയറിയാണ്. തൊട്ടപ്പുറത്തെ കടയിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 6 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത്. സോ അങ്ങോട്ട് പോയി താടി മുടിയൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റൈൽ വന്ന് കയറിയപ്പോൾ തന്നെ മുതലാളി ഭയങ്കര സ്നേഹമാണ്. ഞാൻ ബ്ലോഗ് എടുത്ത് വന്നിട്ടാന്ന് ഭയങ്കര സ്നേഹം കടയുടെ മുതലാളിക്ക്. ഇപ്പം മുതലാളി തന്നെ നമ്മുടെ കൂട്ടുകാരൻ അപ്പുറത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാശ് നിർത്തി കാണിക്കണ്ട, കാശ് നിർത്തി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനും ഇവൻ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള അടവല്ലേ തനിക്ക് മലയാളത്തിൽ പറഞ്ഞ. അതായത് സ്റ്റാഫിന് എനിക്ക് പറഞ്ഞു, ഞാൻ വലിയ യൂട്യൂബറാണ്, അതാണ് അവന്റെ വീഡിയോ ഭയങ്കര ഫാൻസ് ആയിരിക്കും. അതൊക്കെ ഈ മാസം സാലറി കട്ട് വെച്ചിരിക്കല്ലേ അല്ലേ? മസ്ത് സ്റ്റൈലിസ്റ്റാ. എന്ത് സ്റ്റൈലിസ്റ്റ്? മസ്താ. അത് 2 തുള്ളി അപ്പുറത്തേക്കൊക്കെ പോകണ്ട്. ചന്തം മുതലാളി പറ, നല്ലൊരു സ്റ്റൈൽ പറ മുതലാളി. സൂപ്പറായിട്ട് സെറ്റ് അത് പറയാം. ഇതുപോലെ അതുപോലെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ മുടി ഫ്രണ്ടിൽ അധികം ഞാൻ വളർത്താനുള്ള പരിപാടി ഉണ്ട് ചെറുതായിട്ട്. മീഡിയം ലെവൽ കത്തോ അത് മതി. അതല്ലെങ്കിലേ കാരണം മുടിയൊന്ന് വളർത്തിയേക്കൊള്ളുന്ന ആഗ്രഹത്തിൽ നടക്കുകയാണ്. സോ വെട്ടി കഴിഞ്ഞിട്ട് വരാം. കണ്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. 3, 2, 1 ഇതൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട്? സെറ്റായിട്ടില്ലേ? ഞാൻ മുടി വലുതാക്കിയിട്ടേ വളർത്തിയിട്ട് ഒരുമാതിരി ഭയങ്കര മുടി ഏറി കിടക്കണം. കാരണം പിന്നെ ഷോർട്ടാക്കി വെച്ച് ഷോർട്ടായപ്പോൾ കുറച്ചുകൂടെ സെറ്റായി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? നേരത്തെ ലുക്കായിരുന്നു, ഇപ്പോഴത്തെ ലുക്കായിരുന്നു കുറച്ചുകൊണ്ട്. താടിക്കുന്ന വെട്ടിലേക്ക് സുന്ദരനായില്ലേ? സെറ്റായിട്ടുണ്ട്. താങ്ക് യു ഭയ്യ. പോയാ കുട്ടി. ഹലോ, എക്സ്ക്യൂസ് മീ, എൻ്റെ സീറ്റാണ്. നീ എനിക്ക് തനിക്കാൻ എന്നിട്ട് പോയ കടയല്ലേ? എന്ത് സീറ്റ്? ഐ ആം ദ ഓണർ. ഈ കൊള്ള ലാഭം ഉണ്ടാക്കുന്ന മുതലാളിമാർ എന്ത് ചെയ്യണോടാ? അല്ലേ? കൊള്ള ലാഭം. പുട്ടുപൊടി മേടിക്കാൻ കയ്യക്കിടക്കുന്ന സാധനം കാണിച്ചേ. ഇവിടെ ഒരു മുടിവട്ടം 250 രൂപ. എറണാകുളത്തോടെ എത്രേ? ഇവിടുത്തെ ലോക്കലാണ് ഞങ്ങൾ ഇവിടുത്തെ അതിന് റേറ്റ് കുറച്ച് ഈ പുള്ളിയോട് പുള്ളിയെ കടയിൽ വന്നിട്ട് അവന്മാര് കട്ടിങ് ഷേവിങ് കഴിഞ്ഞിട്ട് ഇയാള് തീരണില്ല. എൻഗേജ്മെന്റ് 10 മണിക്കെന്ന് പറഞ്ഞിട്ട് 10 മണിയായിട്ട് ഇയാൾ ഇറങ്ങണില്ല. ഞാൻ ചെന്നപ്പോ ഫേഷ്യൽ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ കാര്യം ചോദിച്ചപ്പോ പറയണേ, മുടി വെട്ടി കഴിഞ്ഞിട്ട് അമ്മര് ഫേഷ്യൽ ചെയ്യണോന്ന് ചോദിച്ചു. ഇയാള് വേണോന്നും പറഞ്ഞ് ചെയ്തോണ്ടിരിക്കുക. ഇല്ലെന്ന് വേണ്ടെന്ന് പറയണില്ല, എന്ത് ചോദിച്ചാലും വേണം. ചെയ്തോ ഹിന്ദിക്കാരൻ പറയുമ്പോഴത്തേക്ക് എനിക്കറിയാമായിരിക്കും വേണ്ടെന്ന് പറയാൻ നാണിക്കണേട്ടാ. ഫേഷ്യൽ ഓക്കെ ചെയ്തോ തീരുന്നില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും അവസരം പൈസ പറഞ്ഞു നിർത്താൻ 10:30 എൻഗേജ്മെന്റ്. അങ്ങനെ പറഞ്ഞുവിടാൻ പറഞ്ഞു. നിങ്ങൾ വിളിച്ചില്ലേ? അപ്പൊ അവൻ ചോദിക്കണത് ഇത് എന്നാ ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ എനിക്കറിഞ്ഞല്ലോ. അവൻ ചോറ് ചപ്പാത്തി ഇപ്പതേ പറഞ്ഞു ഞായറാഴ്ച കടയിലോട്ട് വന്നെന്ന് പറഞ്ഞു. ഞായറാഴ്ച അല്ലേ പരിപാടി? ബില്ല് തന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാം ഉണ്ടായിരുന്ന കൊടുത്തേക്ക് ബാക്കി എന്റെ ഇതല്ലോ. ബാക്കി നമുക്ക് ഈ വള വെച്ച് എന്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം കുടിക്കും. ഒറ്റ ഓട്ടത്തിലാണ് എത്ര രൂപ മുതലാണെന്ന് പറയാമോ? അതില് 2 പേര് 3 പേരുണ്ട്.
2,85,000 രൂപ. പിന്നെ കഴുത്തെ കിടക്കണത് 1,50,000. ഇപ്പൊ വിറ്റ് 5 ലക്ഷം രൂപ കിട്ടും. ഞാൻ പോട്ടെ ഗൈസ്, പുട്ടുണ്ടാക്കി തിന്നട്ടെ. ആ പുട്ടുണ്ടാക്കി നല്ല തള്ളുണ്ടല്ലോ, നല്ല പുട്ടുണ്ടാക്കി തിന്നെ. മുടിയൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല. പക്ഷെ വൈകുന്നേരമായപ്പോൾ എന്തുണ്ട്, നല്ല ചാളക്കറി മുളകിട്ട ചോറ്. കൊതി വൈകിപ്പ ഇതിനെ കൊതിരുണ്ടതാ. പിടി പിടിക്കണം, പിടി പിടിച്ചിട്ട് ആവുന്നില്ല. അയച്ചിട്ടരാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലം വരെ എത്തിയിരിക്കണം സുഹൃത്തുക്കളെ. മോശം മോശം. എന്നാ നീയാണോ കൊച്ചി, അവനാണോ കൊച്ചി? നീയാണോ കൊച്ചി, അവനാണോ കൊച്ചി? നാളെ MBA വരെ ഫസ്റ്റ് ക്ലാസ് ഈ പാസ്സായതല്ലേ നീ? അല്ലേ അല്ലേ പറയടാ, പാസ്സായെന്ന് പറയടാ. എടി MBA പാസ്സായിട്ട് ഇതിനെ പണിക്ക് പോകാൻ, നിന്നെ പണിക്കൂട്ടി ജീവിക്കുന്ന ഒരു കാബാലികയാണിത്. ഉമ്മണ്ട്, നിനക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ പറയൂ. 5 പണിക്ക് പോകുന്നതിനെ പിന്നെ നിനക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ പറയൂ. നീ പണിക്ക് പോകണമെന്നാ പറയുന്നത്. നാണമുണ്ടോ അടി ഇങ്ങനെ നടക്കാനായിട്ട്? കാലതൂത്താ എന്താ നിങ്ങൾ നാണമുണ്ടോ? എന്തിനാണ് ഇവള് കാണിക്കുന്നത്? പറ, 2 വഴക്ക് പറഞ്ഞ് 2 വഴക്ക് പറയടാ. വീഡിയോ വരാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? 2 പിള്ളേരെ അമ്മയാണ് നീ. സിംഗിൾ പേഴ്സൺ. ആ എന്താണ് കൊച്ചിനെ നോക്കിയില്ലേ? വഴക്കുറ. എന്താണ് ഒരു പൂരല്ലേ? അയ്യോ സ്ട്രൈക്ക് അടിക്കും. പിള്ളേരെ ഉടുപ്പില്ലാതെ നിർത്തി കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും യൂട്യൂബ്. അറിയാമോ നിനക്ക് വല്ലതും? അതാണ് പിള്ളേരെ ഉടുപ്പില്ലാതെ നിർത്താൻ പാടില്ലെന്നാ. നീ എന്തിനാ പറഞ്ഞതല്ലേ? ഇപ്പൊ എന്തിനായിരുന്നു? നിങ്ങളുടെ വീഡിയോ ഏത് വീഡിയോയാ? ചെയ്യുന്ന വീഡിയോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. എനിക്ക് ഇഷ്ടമായി. പലരും പറയുന്നുണ്ട് നല്ലതെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവസാനം ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലടാ ആ ഗേൾസ് ആയിട്ട് നല്ല രസമില്ലേ കണ്ടോണ്ടിരിക്കാൻ? നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതാണ് അത് വെറുപ്പിക്കാല്ലേ ഇല്ലാതെ കാണാൻ പറ്റും. ആദ്യത്തെ പെൺകൊച്ചിന്റെ രണ്ടാമത്തെ മൂന്നാമത്തും വരുന്നുണ്ട്. ഓൺ ദ വേ ആണ്. കാണാം. അത് കണ്ടന്റ് ആണ്. നിങ്ങൾ കണ്ടന്റിനകത്ത് മാത്രം കാണുക, ബാക്കിയുള്ളതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് കറങ്ങി നടന്ന് ഇപ്പോൾ ഇത് 10, 11, 11:30 ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലെല്ലാവരും കിടന്നു. അതായത് എത്ര പതുക്കെ സംസാരിക്കണം. സോ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ ആക്ടിവിറ്റീസ്. അവിടെ പോവുക, ഇവിടെ പോവുക, അങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ പല സ്ഥലത്തും നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ അത് ഫ്രണ്ട്സ് എല്ലാം കൂടി ഗ്യാദർ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ ഫോൺ കൊണ്ടൊക്കെയും ശരിയാവില്ല. അതൊരു വേറെ മൊമെൻറ്റ്. അങ്ങനെ എൻജോയ് ചെയ്ത് പോകാനുള്ള സ്ഥലമാണ്. അവിടെ ഫോൺ എടുത്തില്ല. അത്രയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ഇനി കുറച്ച് ദിവസമായിട്ട് ഉണ്ടാവും. ബിക്കോസ് അറിയാലോ, പണിയെടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൻ്റെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ കൊടുക്കണം, ഹൈപ്പ് കൊടുക്കണം പ്ലീസ്. ഓക്കെ, അപ്പം ശരി, മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.